പാട്ട് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദീപ്തി മാം, ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday dear Diti ma'am. Happy birthday to you. അല്ല, ഫ്രൂട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ വാട്ടർമെലന്റെ ഒരു ഐഡിയ വന്നു മൈൻഡ്. സ്ലൈസ് ചെയ്ത് സൈഡിലെല്ലാം കട്ട് ചെയ്ത് അത് സെന്ററിലാക്കിയിട്ട് ആപ്പിൾ വെച്ചു. ചെറി വേണമെന്ന് ഒരു ഐഡിയ ഇവിടെ ആരോ പറഞ്ഞു, അതിന് പകരമാണ് ജെംസ് വെച്ചത്. ലോകത്തിലാദ്യമായുള്ള തമിഴിലാണ് കേട്ടോ. A day to celebrate not just a birthday but the incredible journey of a woman who inspires, leads and uplifts everyone around her. That's exactly who we are celebrating today. The heart and soul of Teachers Academy, our dear Deepti ma'am. So we were wishing our dear Deepti ma'am a very very happy birthday. May all your life be filled with lot of happiness and joy. ശരിക്കും ഇത് സ്വപ്നം കണ്ട ഒരു വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ, ഇങ്ങനൊരു എന്താ പറയണ്ട മുഹൂർത്തം, എന്താ പറയണ്ടേ, ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തില്ല. അപ്പൊ ഇങ്ങനൊരു മുഹൂർത്തം വരുന്നു. അതിന് ആദ്യമേ തന്നെ ദൈവത്തമ്പുരാൻ ഈ സമയത്ത് മനസ്സിൽ നിന്ന് ഒരുപാട് നന്ദി. കാരണം എനിക്കിങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നു. ദൈവത്തിന് ഈ സമയത്ത് നന്ദി, ഇങ്ങനെ ഒരാളെ തന്നതിന് ലൈഫിലോട്ട്. ഈ ജനനം ഇന്ന് നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടിജൂസ് അക്കാഡമി ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. ദൈവം ഈ ലൈഫില് എഴുതി വെച്ച് ജനിച്ചതായിരിക്കാം, അല്ല ജനിച്ചതായിരിക്കാന്നല്ല, ജനിച്ചതാണ്. എന്നെക്കാട്ടിലും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളായിരിക്കണം എന്റെ വൈഫ് എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷവാനാണ്. കാരണം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ദൈവത്തോട് അതിന് ഈ സമയത്ത്. പിന്നെ ഞാൻ ഈ പറയേണ്ടത്, ഇന്ന് ഈ ഡേയില് വ്യക്തിയോട് പറയാനുള്ള കാര്യം, എനിക്കൊന്നും ടിജൂസിന്റെ മാത്രമല്ല, എന്റെ ലൈഫിലും എനിക്കൊന്നും ഇവിടെ ഡയറീസ് ഇപ്പോഴും ഇല്ല. നിങ്ങൾക്കറിയാം, ഡയറീസിനെ കൊണ്ടുവന്നില്ലെന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത്. ഡയറീസിനെ കൊണ്ടുവന്ന് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റും. ഈ കേക്കെല്ലാം ഇപ്പൊ ചിതറി എറിയപ്പെടും. ഡയറീസിനെ തന്നതിന് ഒരുപാട് നന്ദി. എന്താ പറയണ്ട, മനസ്സിൽ ഒരു ബെസ്റ്റ് എന്താ പറയണ്ട വൈഫാണ്, ഒരു ബെസ്റ്റ് ടീച്ചറാണ്, ഒരു ബെസ്റ്റ് മെന്ററാണ്, എന്താ പറയണ്ട ഒരു ബെസ്റ്റ് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ആളാണ്, ഒരു ബെസ്റ്റ് എന്താ പറയണ്ട ഗൈഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ എന്താ ആഗ്രഹിക്കുന്നു അതിന്റെ അപ്പുറത്തോട്ട് മോട്ടിവേഷൻസ് എനിക്കും തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ബർത്ത്ഡേയില് എന്താ പറയണ്ടേ, പറയാൻ വാക്കുകളില്ല. ഒരുപാട് നന്ദി. ഈ ഫേസ് ഇങ്ങനെ എപ്പോഴും സന്തോഷമായി ഇരിക്കാനായിട്ട് എനിക്ക് പറ്റട്ടെ. അതിനാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസ് എത്രത്തോളം സന്തോഷമായിട്ടിരിക്കും അപ്പോഴാണ് ഞാൻ എന്റെ ജോലി നിർവഹിക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. അപ്പൊ ഈ ഒരുപാട് ബർത്ത്ഡേകള് ഇത്രയും സന്തോഷത്തോടെ എന്താ പറയണ്ടായിരിക്കാനും ഇതുപോലെ കുട്ടികളോടൊപ്പം ഇതുപോലെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പൊ വൺസ് അഗൈൻ വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ, താങ്ക് യു. Thank you so much, sir. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിന്റെ ഈ ഒരു കയ്യടി മതിയും. So now I request the Vice President of Teachers Academy, Evin sir, to share some few words on her birthday. ടീച്ചേഴ്സ്, ദീപ്തി മാം, എൻ്റെ സഹപ്രവർത്തകരെ, അതുപോലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളിവിടെ എല്ലാവരും കൂടെ ഈ ഹോളിൽ ഇങ്ങനെ നടന്നിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നേരത്തെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇടയ്ക്കിടയ്ക്ക് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ നിറഞ്ഞ ഒരു സദസ്സ് കാണുന്നത്. ദീപ്തി മാമിൻ്റെ ബർത്ത്ഡേക്കാണ്. ആദ്യമേ തന്നെ ദീപ്തി മാമിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ദീപ്തി മാമിനോട് ചോദിക്കുകയാണെങ്കിൽ ദീപ്തി മാം പറയും ടീച്ചർ സാറിനോടും കൂടെ ചോദിക്കാൻ. അതുപോലെ തന്നെ ടീച്ചർ സാറിനോട് ചോദിക്കുമ്പോൾ പറയും ദീപ്തി മാമിനോടും കൂടെ ചോദിക്കാൻ.
ഞാൻ പറയുന്നത് അവരുടെ ആ ഒരു ഒത്തൊരുമ. ഇത് പല അക്കാഡമികളും, നമുക്ക് ഇങ്ങനെയുള്ള അക്കാഡമികൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേര് എന്താ പറയുക, ടിജു സാർ ദീപ്തി മാം എന്ന് പറയുന്നത് പോലെ നിന്ന് കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ അത്രയും സ്റ്റാഫിനെയും കുട്ടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു കുടുംബം, ഒരു ടിജൂസ് ഫാമിലി, അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. എനിവേ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം എപ്പോഴും അവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ദീപ്തി മാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ടിജൂസ് അക്കാഡമിയുടെ പവർ ബാങ്ക് രണ്ടുപേരും ഈക്വൽ ആൻഡ് ഈക്വൽ, ഒരേ പവറിലാണ് നിൽക്കുന്നത്. അതാണ് ടിജൂസ് അക്കാഡമിയെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മൂർത്തി ഭാവങ്ങളാണ് ടീച്ചറും ദീപ്തി മാം. അപ്പൊ അതില് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീപ്തി മാമിന് എല്ലാവിധ ജന്മദിനാശംസകളും. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഒരു സ്പീച്ച് ഉണ്ടാകാറുണ്ട്. എല്ലാ പ്രാവശ്യം പറയുന്നത് ആദ്യം ഞാൻ താങ്ക്സ് പറയുന്നത് ടീച്ചേഴ്സിനാണ്. 2 ബ്രദേഴ്സ് എനിക്കുണ്ട്. ആൻഡ് എനിക്കൊരു സിസ്റ്ററിന്റെ കുറവായിരുന്നു ഏറ്റവും ഞാൻ ഫേസ് ചെയ്തത്. അതെനിക്ക് ആദ്യം തന്ന ടീച്ചറാണ്. ആൻഡ് നിങ്ങൾക്കറിയാം, ബെസ്റ്റ് ടീച്ചറാണ്, ബെസ്റ്റ് നമ്മുടെ കാര്യത്തിൽ ഗൈഡ് ചെയ്യുന്നത്, മെന്ററും എല്ലാം ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് സിസ്റ്ററാണ് എല്ലാ കാര്യത്തിലും. ആൻഡ് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ആണെങ്കിലും എല്ലാ ഗൈഡൻസും എല്ലാ സപ്പോർട്ടും ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് തരുന്ന ഒരു പേഴ്സണാണ്. ആൻഡ് എനിക്ക് ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ്. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഏത് അവസ്ഥയിലാണെങ്കിലും ചേച്ചി സ്റ്റുഡൻസിന് ഈ ക്ലാസ് എടുക്കുന്നത് ചെയ്ത് വയ്യാത്ത ഒരവസ്ഥയിൽ ഇരുന്നിട്ടും ഞാനാണെങ്കിൽ പോലും ഒന്ന് പഠിക്കും, ഇന്ന് വേണോ വേണ്ടായോ. പക്ഷെ ചേച്ചി ഞാൻ കണ്ടത് വെച്ച് ചേച്ചി ഏത് അവസ്ഥയാണെങ്കിലും വീട്ടിൽ ഇരുന്നാണെങ്കിലും സ്റ്റുഡൻസിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ് അത്. പക്ഷെ ചേച്ചി ഏത് വയ്യാത്ത അവസ്ഥയാണ് എനിക്കറിയാം, ആ അവസ്ഥ എന്താണ് അതറിഞ്ഞിട്ടും സാറിനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയ കാര്യമാണ്. ചില സമയത്ത് ഞാൻ ചേച്ചി ഒന്ന് ഞങ്ങൾ അങ്ങോട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതെനിക്ക് വല്ലാത്തൊരു ഇതാണ് ചേച്ചി ഒരു പോസിറ്റീവ്. മാമിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ടൈം പോരാ. മാമിനെ പറ്റി പറയാനാണെങ്കിൽ പേഷ്യൻസ് ലെവൽ മാമിന് ഒരുപാടാണ്. നമ്മൾ എന്തെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ കേട്ട് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള സജഷൻസ് നല്ല രീതിയിൽ തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ദീപ്തി മാം. മാമിനെ പറ്റി പറയാൻ ഒറ്റ വേർഡിൽ ഞാൻ പറയാം, ഷീ ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് അവർ സക്സസ്. അത് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് പറയാനുള്ളതല്ല, കുട്ടികൾക്ക് പറയാനുള്ള കാര്യമാണ്. ടിജൂസ് അക്കാഡമിയുടെ ഹാർട്ട് മാറ്റി പറയുന്നത്, ഹാർട്ടും ഇത് ബ്രെയിനും മാറി പോകരുത് ഒരു കാരണവശാലും. ഞാൻ എടുക്കുന്ന ക്ലാസ് പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമാവാറുണ്ട്, ചില ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ട്. അതിന് പിന്നിലെ ബ്രെയിൻ മാം തരുന്ന സ്ട്രാറ്റജീസാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. എന്റെയും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കുട്ടികളുടെയും പേരിലും മാമിന് ഇതുവരെയുള്ള ബർത്ത്ഡേക്കാളും ഏറ്റവും അടിപൊളി ബർത്ത്ഡേ വിഷസ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മാം. ഇനിഷ്യലി തന്നെ അപ്പൊ മാം എല്ലാവരും പറഞ്ഞതുപോലെ മാം ഇസ് റിയലി ഒരുപാട് ആൾക്കാർക്ക് റോൾ മോഡലാണ്. ഞാനിപ്പോ ഒരു 4 വർഷമായിട്ട് ഇപ്പൊ എന്റെ അമ്മയ്ക്കാണെങ്കിലും അറിയാം മാമാണ് എന്റെ റോൾ മോഡൽ എന്നുള്ളത്. നോളജ് എന്നുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം, അത് എങ്ങനെ റിയൽ ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ പ്രാക്ടിക്കബിൾ ആക്കണം എന്നുള്ളത് മാം ആണ് അതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. യു ആർ റിയലി ആൻ ഇൻസ്പിറേഷൻ ഫോർ എവ്രിവൺ. സോ മാം, താങ്ക് യു, ലവ് യു. So this is, indeed a very joyful day for me, and I'm really glad and honored to be here sharing this skies with these dignitaries. And അങ്ങനെ ഒരുപാട് എൻ്റെ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. And I'm truly happy that I could be a part of this academy. Thanks to you people for taking me here. And wishing you all the very best. And also നല്ല ഒരു best year ahead ആവട്ടെ. And let the Almighty grant all the wishes of yours this time, and wishing you all the very best. And also ma'am, happiest birthday. Thank you. Yes, so that was my turn right now. I just wanted to say one thing. I just love you because the patience that she has, when the way she is taking the class, the way she is handling the situation, എന്തൊരു ഡൗട്ട് വന്നാലും whenever I am approaching അതിനെ എനിക്ക് സോർട്ട് ചെയ്ത് എന്ന രീതി, you are really an admiration for me for each and every single thing. So thank you so much, and I really love you a lot. So please don't get jealous. I love you too. ഞാൻ ബേസിക് ഗ്രാമറാണ്, നിങ്ങൾക്കറിയാലോ. കാരണം ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 4 മുതൽ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, OET-യുമായിട്ട് ബന്ധപ്പെടാൻ ഇൻഡസ്ട്രിയില് OET ഗ്രാമർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിലവിലില്ല. അത് കേരളത്തില്
ഈ മെഡിക്കൽ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഞങ്ങൾ തമ്മിൽ എന്താ പറയണ്ടേ നല്ല ബന്ധത്തിലാണ്. അപ്പം ശരിക്കൊരു എന്താ പറയണ്ടേ ലവ് മാരേജ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് നാള് എന്താ പറയണ്ടേ നല്ലൊരു അഫെയറിലായിരുന്നു. ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങളുടെ മിഷനും ഒക്കെ എടുക്കുമ്പോൾ അന്ന് ഡിസ്കഷൻ വന്ന പോയിന്റാണ് മെഡിക്കൽ സെക്ടറിൽ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഗ്രാമർ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഡിസ്കഷൻ വരികയും ആ ഐഡിയ കൊണ്ടുവന്ന് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദീപ്തി തോമസ് ആണ്. എന്നിട്ട് അത് ജസ്റ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിനുവേണ്ടി ഒരുപാട് ഈ മെഡിക്കൽ പുസ്തകങ്ങളെല്ലാം വായിക്കുന്നു. എന്നിട്ട് എനിക്കറിയാം UK-ലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അവിടെ മെഡിക്കൽ സെക്ടറിലായിരുന്നു ദീപ്തി ഉണ്ടായിരുന്നത്. അപ്പൊ ദീപ്തി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലെറ്ററിന്റെ രീതികളൊക്കെ എന്താ ഓരോ ദിവസവും ദീപ്തി അത് എഴുതുന്നുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, അത് നമുക്ക് എനിക്ക് അയക്കുന്നു, അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഇത് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം, ഇത് തന്നെയല്ലേ അവിടെ UT-യിൽ പഠിപ്പിക്കുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നത്. ആ ലെറ്ററുകൾ കൊണ്ടിരുന്നു. പിന്നെ അത് വന്നിട്ടാണ് ഇവിടെ ട്രെയിനിങ് ഉൾപ്പെടെ ഓരോരുത്തർക്കും. എനിക്ക് ഇവിടെ ഞങ്ങൾ കൂടുതലുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനേഴ്സാണ്. നിങ്ങൾക്കറിയാം അവർക്ക് മെഡിക്കൽ നോളജ് ഉണ്ടോ? ഇപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മളത് മെഡിക്കൽ അതിനെക്കുറിച്ച് അവരെ അത്ര ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഡിജൂസ് അക്കാഡമിയുടെ ഫുള്ള് കാര്യങ്ങൾ UT-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നത് അതിന്റെ റിസൾട്ടാണ് ദീപ്തി നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും കുട്ടികൾ. അപ്പൊ അത് ഞങ്ങൾക്ക് ഓൺലൈനുമായിട്ട് ഒരുപാട് കുട്ടികളുണ്ട്, കൗൺസിലേഴ്സ് ആണ്. അത്രത്തോളം കുട്ടികൾ ഡിജൂസ് ഓൺലൈൻ ഉണ്ട്. അവരത്ര വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. അപ്പൊ ഒരുപാട് ഈ സമയത്ത് ഞാൻ എന്താ പറയട്ടെ ഡിജൂസ് വിധു പറഞ്ഞ പോലെ ഡിജൂസ് അക്കാഡമി എന്നുള്ള പേര്, പക്ഷെ അതിനകത്ത് ആര് കിടപ്പുണ്ട്, ദീപ്തി കിടപ്പുണ്ട്, ഞങ്ങൾ ഒന്നാണ്. അപ്പൊ അത് സെപ്പറേറ്റ് പേരെഴുതി എന്ത് ചെയ്യരുത്. അപ്പൊ എന്താ പറയണ്ടേ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. ശരീരം ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു ദീപ്തി. ശരിക്കും ബ്ലാങ്ക് ആണ്. ലൈക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ അറിയില്ല. കാരണം ചില ലൈഫിലെ ചില മൊമെന്റുകൾ അങ്ങനെ ആയിരിക്കും, നമ്മൾ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് നിൽക്കല്ലേ. അത് മേ ബി നമുക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ ആവില്ല. കുറേ നാൾ ബർത്ത്ഡേകൾ ആഘോഷിച്ചിട്ടില്ല, പിന്നെ കുറച്ച് നാൾ നമ്മൾ ആഘോഷിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ അറിവുള്ള പ്രായം തൊട്ട് ആഘോഷിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. സോ ആ ഒരു അന്ന് തൊട്ട് ഇന്ന് വരെ എടുക്കുമ്പം ഇന്ന് ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഡേ എന്ന് ഞാൻ പറയാം. കാരണം അത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇവിടെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ലൈഫിൽ എന്താ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഒരു എന്താ പറയുന്നത്, വലിയൊരു ഹാപ്പിനെസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴത്തേനും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് പോയി ഒരു ന്യൂട്രലായിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനായിട്ട് തോന്നി. ഇപ്പോഴത്തെ മൊമെന്റ് വെച്ചിട്ടാണ് ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ല. കാരണം പ്രിപ്പയർഡ് അല്ല എന്ന് പറയാൻ കാരണം എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളത്. ഫസ്റ്റ് തിങ് ലൈക്ക് സ്റ്റെനിൽ പറഞ്ഞു പോയപ്പം പെട്ടെന്ന് കണക്റ്റ് ആയി, പെട്ടെന്ന് ലൈഫുമായിട്ട് കണക്റ്റ് ആയി, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു മൊമെന്റുമായിട്ട് കണക്റ്റ് ആയി. എന്നെ പോലെ തന്നെ ഒരുപക്ഷെ ഇവിടെയും ഒത്തിരിയും ആൾക്കാർ കാണാം. ലൈക്ക് എന്താ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പല പല സിറ്റുവേഷൻസ് ആണ്. ഹെൽത്ത് റിലേറ്റ് ആവാം, പേഴ്സണൽ ആവാം, ഫാമിലി ആവാം. ഞാൻ പറയുന്നില്ല ഒരാളും ഹാപ്പി ആയിട്ട് വന്നിട്ടാണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകുന്നതെന്ന്. കാരണം എല്ലാത്ത ലൈഫിലും കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അത് ആ മൊമെന്റിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പെട്ടെന്ന് സ്റ്റെനിൽ പറഞ്ഞപ്പോഴത്തേനും അതെനിക്ക് കണക്റ്റായി, ആ മൊമെന്റിലോട്ട് പോയി. അതുകൊണ്ടാണ് എന്താ പറയുക, അത് ലൈക്ക് ഉള്ളിൽ നിന്ന് വന്നു പോയ ശരിക്കും ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ സന്തോഷത്തിന്റെ കണ്ണുനീര് തന്നെയാണ്. ടീയേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും വീക്ക്നെസ് ഒന്നുമല്ല. കരഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വീക്കായിട്ടുള്ള ആള് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ, കുറേ ഫിലോസഫിക്കൽ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് കരയാൻ തോന്നിയാൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ കുറച്ച് ഹാപ്പിയാകും. ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് സെക്കൻഡറി തിങ് ആണ്. സോ ആ ഒരു ഇമോഷൻ, കരയാനാണെങ്കിൽ കരയുക, ചിരിക്കാനാണെങ്കിൽ ചിരിക്കുക. അത് ആ ഒരു സങ്കടത്തോടൊരു മൊമെന്റ് ഇരിക്കാനാ തോന്നുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുക. ആ ലൈഫിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ട് നോക്കുക. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം ഈ ഒരു ബർത്ത്ഡേയിൽ. സെക്കൻഡ് തിങ് ഈസ്, ഞാൻ എത്ര നന്ദി പറഞ്ഞാലും ശരിക്കും എൻ്റെ ഹസ്ബൻഡ് എത്ര നന്ദി പറഞ്ഞാലും ശരിക്കും തീരില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം ബിന്ദു ഉൾപ്പെടെ ലൈക്ക് DTS അക്കാഡമിയുടെ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറയട്ടെ, ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ ഇല്ലെങ്കിൽ ഞാനില്ല. ഞാനത് പുകഴ്ത്താൻ വേണ്ടി പറയുകയോ സാറിനെ പൊക്കി പറയുകയോ ഒന്നുമേ അല്ല. കാരണം ഞാനത് കഴിഞ്ഞ സാറിൻ്റെ ബർത്ത്ഡേയിലും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും, നമുക്ക് എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും, നമ്മൾ എത്ര വലിയ സംഭവം എന്ന് പറഞ്ഞാലും അവസരങ്ങളില്ലെങ്കിൽ നമ്മളൊന്നുമല്ല.
നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ എന്ന് പറയുന്നത് വലിയൊരു പവറാണ്. ആ പാർട്ട്ണറാണ് നമ്മളെ ലൈഫിൽ മുന്നോട്ട് എത്തിക്കുന്നത്. ആര് കൂടെ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മളെ കേൾക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ദാറ്റ്സ് എനഫ്. ലോകത്തുള്ള ആര് നമ്മളെ എതിർത്ത് പറഞ്ഞു, ഈവൻ വീട്ടുകാരായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളോട് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ആരെതിർത്ത് പറഞ്ഞാലും ഒരാളെങ്കിലും നമ്മെ കേൾക്കാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ് എന്ന് ഞാൻ പറയും. അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ആക്ച്വലി മേ ബി ലൈക്ക് ആ ഒരു കുട്ടിക്ക് ആ ഒരു ഫീൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. കാരണം അത് കുറച്ചു പേർക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന വികാരങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരുണ്ടെന്ന് കരുതി ടിജൂസ് അക്കാഡമി മുന്നോട്ട് പോയില്ല. ഞങ്ങളുടെ വേർഷനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മിനിയേച്ചർ ആൾക്കാരാണ് ഈ ഇരിക്കുന്ന മൊത്തം സ്റ്റാഫ് എന്ന് പറയാം. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ മിഷൻ, ഞങ്ങളുടെ വിഷൻ അതുപോലെ ഏറ്റെടുത്ത് ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ മൊമെന്റ്സിൽ എന്ത് ചെയ്യുന്നു, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് ഒത്തിരി സന്തോഷം. ആൻഡ് നെക്സ്റ്റ് ബർത്ത്ഡേ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല ഇവിടെ കാണാനായിട്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വിഷ് ചെയ്യണം. എവിടെ നിന്നാണ്? ഏതെങ്കിലും മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് നിന്നിട്ട്. ഓക്കെ, ആ മഞ്ഞ് കൊണ്ടുള്ളൊരു വിഷ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.